Hello guys, welcome back. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. അപ്പോൾ സംഭവം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ ഗൈസ്, ഡ്രീം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ എന്ന് പറയുന്നത്. എനിക്കറിയാം ഇതിപ്പോൾ ഇങ്ങനെ ട്രെൻഡിങ് കാര്യങ്ങളൊന്നും അല്ല. ഇത് ഏറെക്കുറെ ഒരു കൊല്ലം മുന്നേ ആയിരുന്നു ഈ ഒരു ടൈമിൽ ട്രെൻഡിങ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ നമുക്ക് യൂട്യൂബിൽ ഒരു കമൻറ്റും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഇടക്ക്, അതായത് 200 രൂപയ്ക്ക് താഴെ ഡ്രീം കേക്ക് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ എന്തായാലും എനിക്ക് ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ചിലവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ താഴത്ത് ബേസ് ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത് നമ്മുടെ കപ്പ് കേക്കാറുണ്ട്. ജസ്റ്റ് 50 രൂപ ഉണ്ടായുള്ളൂ. അപ്പോൾ ഒരെണ്ണം ചോക്ലേറ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഡയറി മിൽക്കോ മിൽക്ക് ബാറൊന്നും അല്ല എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഈ ഒരു വൈറ്റ് ചോക്ലേറ്റും പിന്നെ ഡാർക്ക് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. രണ്ടും 20 എണ്ണം വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നത് ഫ്രഷ് ക്രീമാണ്. ഈ അമൂലിൻ്റെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് 68 രൂപ കേട്ടോ. മെയിനായിട്ട് ഇത്ര മാത്രമേ ഇതിൽ ചിലവുള്ളൂ. ബാക്കിയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവുന്ന സംവിധാനങ്ങളൊക്കെ തന്നെയാണ്. ഈ ഒരു പാത്രത്തിലാട്ടോ ഞാൻ ഈ നമ്മുടെ ഡ്രീം കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് തന്നെ നമ്മുടെ കപ്പ് കേക്ക് എടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് പീസാക്കിയിട്ട് അതിനുള്ളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വെക്കണതിന് മുന്നേയായിട്ട് ഞാനിവിടെ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വെള്ളത്തിൽ കുറച്ച് പഞ്ചസാര അങ്ങോട്ട് കലക്കി തിളപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോക്കായിട്ടിരുന്നോളൂ എന്ന് വിചാരിച്ചിട്ടാണ് താഴത്തും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ നമ്മുടെ കപ്പ് കേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണേ. ഇങ്ങനത്തെ ചോക്ലേറ്റിൻ്റെ കപ്പ് കേക്ക് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ കടയിൽ പോയപ്പോൾ വേറെ പല കപ്പ് കേക്കും കാര്യങ്ങളും കണ്ടായിരുന്നു, പക്ഷേ അത് അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല നല്ലതായിരിക്കും. അപ്പം ചോക്ലേറ്റിന് തന്നെ എടുത്ത് എന്നിട്ട് മുകളിൽ നമ്മൾ വെറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനിയാണ് നമ്മുടെ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഏറെക്കുറെ ഒരു 7 എണ്ണം അത്രയൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ മൊത്തം തൊണ്ടൊക്കെ പൊലിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയ പാത്രം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കൂട്ടാം കേട്ടോ. പിന്നെ ഞാൻ ഫ്രഷ് ക്രീം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഡബിൾ ബോയിലാട്ടോ ഞാൻ ചെയ്യണത്. പിന്നെ ഫ്രഷ് ക്രീമിൽ മധുരം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സാക്കി നല്ലപോലെ മെൽറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ലെയർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. ഒന്നും നോക്കണ്ട, ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ലെയർ ഇട്ടിട്ടുണ്ടായില്ലേ അതിൻ്റെ മുകളിലോട്ട് നല്ലപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. എന്നിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കറക്കി കൊടുത്താൽ എല്ലാം സെറ്റ് ആയിക്കോളും ഗൈസ്. അത്രക്ക് വലിയ പണിയൊന്നുമില്ല. പിന്നെ നിങ്ങൾക്കൊരു അലങ്കാരത്തിനും പിന്നെ ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ വല്ല നട്ട്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ബഡ്ജറ്റ് കൂട്ടുണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായില്ല. ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ മൂന്നാമത്തെ ലെയർ അതിന് നമ്മൾ സെയിം ചെയ്തില്ലേ ഡാർക്ക് ചോക്ലേറ്റ്, അതിന് പകരം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് നമ്മൾ ചെയ്ത സെയിം സംഭവം തന്നെ ചെയ്ത് കൊടുക്കാത്തതാണ്. ഇത് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സെക്കൻഡ് ലെയറില്ലേ ചോക്ലേറ്റും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, അത് ഒരു ഫ്രീസറിൽ ജസ്റ്റ് ഒരു 10 മിനിറ്റ് വല്ലതും വെക്കാം കേട്ടോ. എന്നിട്ട് അത് സെറ്റായിട്ട് മാത്രം വൈറ്റ് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി മിക്സായിട്ട് ഇങ്ങനെ വേർതിരിഞ്ഞ് നിൽക്കത്തുണ്ടാവില്ല ലെയർ, അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നമ്മൾ വൈറ്റ് ചോക്ലേറ്റും സെറ്റാകാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിലല്ല ഫ്രീസറിൽ വെക്കണം കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ നേരം പിടിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ഫ്രീസറിൽ വെച്ചാൽ മതി. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റിന് മുന്നത്തെ ലെയർ സംഭവം സെറ്റാക്കുക. അതിന് നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് മാത്രം ഒന്ന് മെൽറ്റാക്കി എടുക്കണം കേട്ടോ. ഞാനത് മെൽറ്റാക്കിയിട്ട് മെൽറ്റ് ആവാനുണ്ടായില്ല, എന്നാലും കുഴപ്പമില്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ വേറെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. ജസ്റ്റ് ചോക്ലേറ്റ് മാത്രം മെൽറ്റാക്കി എടുത്തേക്കാണ്. അത് എനിക്ക് പരമാവധി ഞാനിങ്ങനെ സ്പ്രെഡ് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ സ്പ്രെഡ് ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ടായത് എനിക്ക് മര്യാദ സ്പ്രെഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായില്ല. ഈ ലാസ്റ്റ് ഇടം കുറച്ച് കൊക്കോ പൗഡർ എൻ്റെ മുകളിൽ തൂവി കൊടുക്കാം കേട്ടോ. കൊക്കോ പൗഡറും കൂടിയും വരുമ്പോൾ ശരിക്കും നമ്മുടെ ബഡ്ജറ്റ് കൂടും, പക്ഷെ എന്നാലും കുഴപ്പമില്ല. നിങ്ങൾ ബൂസ്റ്റ് എടുത്താൽ മതി. 5 രൂപക്ക് ബൂസ്റ്റ് അല്ലെങ്കിൽ ബൂസ്റ്റ് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഇതിൽ കൂടണ്ട, നിങ്ങൾ ബൂസ്റ്റ് എടുത്താൽ മതി. അപ്പോൾ കൊക്കോ പൗഡറും കൂടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മുടെ ഡ്രീം കേക്ക് റെഡി ആയിട്ടുണ്ട്. ജസ്റ്റ് സെറ്റാക്കി എടുത്താൽ മാത്രം മതി. ഞാൻ കുറച്ച് ഒരു 3/4 മണിക്കൂർ എന്തോ വെച്ചപ്പോഴത്തേനും നല്ല സെറ്റായി, നല്ല കട്ടിക്കിനെ പൊട്ടിക്കാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വീഡിയോസിലൊക്കെ കാണുന്ന ഡ്രീം കേക്കും അതിൽ തന്നെ ആയിട്ടുണ്ട്. പിന്നെ യൂട്യൂബിലൊക്കെ ഇപ്പോൾ ഞാൻ കണ്ടത് ചിലവരൊക്കെ ആ ഒരു ഫ്രഷ് ക്രീം ബീറ്ററിലൊക്കെ അടിച്ചെടുത്തിട്ട് നല്ല ഫ്ലഫി ആക്കിയിട്ടാണ് സെറ്റാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ബീറ്ററില്ലാത്തതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിച്ച് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും കാര്യങ്ങളുണ്ട്. പിന്നെ എനിക്ക് അധികം ഇഷ്ടമാണ്ടിരുന്നത് ഏറ്റവും മുകളിൽ നമ്മുടെ ചോക്ലേറ്റ് വെച്ച് മെൽറ്റാക്കി ഇട്ടിട്ടുണ്ടായില്ലേ, അതെനിക്ക് അത്രയ്ക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. എൻ്റെ ഒരു ഊഹം വെച്ച് നിങ്ങൾ വല്ല ഡയറി മിൽക്ക് മിൽക്കി ബാർ ഉപയോഗിച്ചിട്ടുണ്ടാക്കണമായിരിക്കും കൂടുതൽ ടേസ്റ്റ് കേട്ടോ ഈ ഒരു മിഠായിനേക്കാളും കൂടുതൽ ഉണ്ടാക്കണത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ ഡയറി മിൽക്കും മിൽക്കി ബാറും യൂസ് ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും അത്രയുള്ളൂ, ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ബൈ ഗൈസ്.